അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദർശപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാലോ അല്ലേ? ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, സുന്നി പണ്ഡിതന്മാര്, മുസ്ലിയാക്കന്മാര് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലുള്ള അവരുടെ പള്ളികളിൽ നിന്ന് ജുമാ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാവുകയില്ല, വെറുതെയാണ് നാം നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞത് കേട്ടോ. എന്താണ് നിങ്ങൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന വിഷയത്തിൽ, ഇബാദത്തിൽ എന്ത് തെറ്റാണ് നിങ്ങൾ അതിൽ കാണുന്നത്? അതൊന്ന് വിശദീകരിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പൊ ചോദ്യം എന്താണ്? അവര് ഈ പറയപ്പെട്ട ആളുകളുടെ ഒക്കെ പിന്നിൽ പോയിട്ട് നിസ്കരിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ്. ഈ ചോദ്യകർത്താവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗവും മുജാഹിദും പറയുന്നത് ഇന്ന് അവരല്ലാത്ത ആളുകളെല്ലാവരും മുശ്രിക്കുകളാണെന്നാണ്. മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളല്ലാതെ അർത്ഥം. അപ്പൊ മുശ്രിക്കുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അവിടെ ജുമാ നടത്തുന്നത്. നമ്മള് മുശ്രിക്കുകളാണ്, നമ്മളെന്ന് പറഞ്ഞാല് നിങ്ങൾ അവരല്ലാന്ന് പറഞ്ഞേക്കണം. ഈ പറയപ്പെട്ട ഇയാളെ പറ്റി പറഞ്ഞത് അവരല്ല എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ അവരല്ലാത്ത ആളുകളൊക്കെ ഏതാണ്? മുശ്രിക്കുകളായിട്ടാണ് അവര് വിലയിരുത്തുന്നത്. അപ്പൊ മുൻഗാമികളായിരിക്കുന്ന ആളുകൾ ഏതൊരാശയത്തിലായിരുന്നു ഉള്ളത്, അതേ ആശയം തന്നെ ആയിരിക്കുമല്ലോ ഈ പള്ളിയകത്തു നിന്നുള്ള ആൾക്കുള്ളത് അല്ലേ? പള്ളിയകത്തു നിന്നുള്ള ആൾക്ക് അങ്ങനെയല്ലേ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ചു തന്നിട്ടുള്ള ആ മാതൃക പൂർണ്ണമായിട്ടും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അതാണ് ഈ യഥാർത്ഥമായ ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ ഈ പള്ളിയകത്തു നിന്നുള്ള ആള്? അതല്ല അല്ലേ? യെസ്, അതാണ് മാർഗം. ആ മാർഗമാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പുതിയതായിട്ടുള്ളൊന്നും വേണ്ട. പുതിയതായിട്ട് ഇപ്പൊ നമുക്ക് വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതാണ് യഥാർത്ഥത്തിൽ എന്നല്ല, മറിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കിയ സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള ആ രൂപം, അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഈ പള്ളിയകത്ത് നിന്നുള്ള ഐഡിയുള്ള ആളെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ അൽഹംദുലില്ലാഹ് അങ്ങനെ വരുമ്പോഴേ അങ്ങനെയുള്ള ആളുകളൊക്കെ മുശ്രിക്കുകളാണെന്നാണ് ഇവര് പറയുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് അത് കേട്ടാൽ അറിയും. ഒരു പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ഒരു ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അവരുടെ വിശ്വാസം, ഈ മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒക്കെ വിശ്വാസം എന്താണെന്ന് വെച്ചാല്, അവര് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനും ഹദീസും മറിച്ചു നോക്കിയപ്പോ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങള് യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള നമ്മുടെ മുൻ തലമുറക്കാർ അഥവാ സ്വഹാബത്തിനെ കണ്ടുപിടിച്ച താബിഈകൾ, അവരെ കണ്ടുപിടിച്ചവർ, അവരൊക്കെ മനസ്സിലാക്കിയതും അവരൊക്കെ ജീവിച്ചു കാണിച്ചതിനും എതിരായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവർക്ക് ഖുർആനും ഹദീസും നോക്കിയപ്പോ മനസ്സിലായത്. എന്നിട്ട് അവര് പറയുന്നത് എന്താ? ഞങ്ങൾ മനസ്സിലാക്കിയ പോലെ അല്ലാത്ത രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകൾ മുശ്രിക്കുകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവർ ഈ സ്വഹാബത്തിനടക്കം ഇസ്ലാമിന്റെ പുറത്തേക്ക് മാറ്റിയിട്ടുള്ള ആളുകളാണ്. അങ്ങനത്തെ ആളുകൾ നിസ്കരിക്കുമ്പോ അവിടെ പിന്നിൽ നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ നിസ്കാരമാകുമോ? ആ നിസ്കാരമാകുമോ? അതൊരിക്കലും നിസ്കാരമാവൂലല്ലോ. അതുകൊണ്ടാണ് അവരുടെ പിന്നിൽ പോയി നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയെ അവരെന്താക്കി പുറന്തള്ളി കളഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അവർ പുതിയ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ കണ്ടുപിടിച്ച ആളുകളുടെ പിന്നിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്നല്ലേ വരിക? ആ ഇമാമിനെയാണ് സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ അതിന്റെ അർത്ഥം? ആ ഇമാമിനെ തുടരുന്ന ആളുകളുടെ അർത്ഥം? നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഒരു കാപട്യം പോകില്ലേ നമ്മളവിടെ പിന്നിൽ പോയി നിസ്കരിക്കുന്നത്? നമ്മളെ മനസ്സിലാണെങ്കിൽ നമ്മളവിടെ പിന്തുടരുന്നില്ല. പിന്നെ ബാഹ്യമായിട്ട് ജനങ്ങൾ കാണാൻ വേണ്ടി അവർ പിന്നിൽ പോയി നിസ്കരിക്കുകയും ചെയ്യാം. എന്നല്ലേ കാപട്യം എന്ന് പറയുന്നത്? മാത്രവുമല്ല, ആ തെറ്റായ വഴിയെ നമ്മൾ പിന്തുണക്കലുമാണ്. അതുകൊണ്ട് തന്നെ അത് എന്തല്ല, ശരിയല്ല. അവരുടെ പിന്നിൽ പോയി നിസ്കരിക്കുന്നതും ജുമാ നിസ്കരിക്കുന്നതും ശരിയല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതോടുകൂടെ തന്നെ
ഇസ്ലാമിന്റെ ലേവലിൽ അവർ പ്രവർത്തിക്കുന്നു, അവർ മുസ്ലിമാണെന്ന് പറയുന്നു, അവരും ഖിബ്ലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു, അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്നു എന്ന കാരണം കൊണ്ട് അവർ കാഫിറുകളാണെന്ന് നമ്മൾ അവരെ പറ്റി പറയില്ല. അവർ നമ്മളെ പറ്റി കാഫിറുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്താണ്, ഇസ്ലാമിൽ ഔട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ കുറിച്ച് നമ്മൾ അങ്ങനെ കാഫിറുകളാണ് എന്ന് നാം വിലയിരുത്താറില്ല, പറയാറില്ല, വിധി പ്രഖ്യാപിക്കാറില്ല. നമ്മൾ കാഫിറുകളാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണെന്നൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ പിന്നിൽ അവർ നിസ്കരിക്കുന്നുണ്ട്. അത് എന്തൊരു വിരോധാഭാസമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. മറിച്ച് അവരെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ഇതുവരേക്കും പറഞ്ഞിട്ടില്ല, ഖിയാമത്ത് നാളേക്കും അങ്ങനെ പറയില്ല എന്നത് തന്നെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. അള്ളാഹുവിന്റെ ഏതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നയങ്ങളൊക്കെ പൊതുവിൽ അവർ വിശ്വസിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്നവർ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കാഴ്മയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവർ നിസ്കരിക്കുന്നു. ഈ കാലഘട്ടത്തോളം നമ്മൾ അവരെ കുറിച്ച് എന്ത് പറയില്ല, അവർ മുസ്ലിമീങ്ങളല്ല എന്നവരെ കുറിച്ച് പറയില്ല. എങ്കിലും അവരുടെ വിശ്വാസങ്ങളിൽ അവർ മുൻഗാമികളെ എതിർക്കുകയും ആ പരമ്പരാഗതമായി കിട്ടിയ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ അവർ തകർക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരെ പരസ്യമായി നാം തുടരാൻ പോകുകയില്ല. അതാണ് അതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞ് മൈക്കോടുന്നു. വീണ്ടും പള്ളിയകത്തിന് തന്നെ മൈക്കെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചോദിച്ചതിനല്ല സത്യത്തിൽ നിങ്ങൾ ഇപ്പൊ ഒരു 10-15 മിനിറ്റ് മറുപടി പറഞ്ഞെങ്കിലും ഞാൻ ചോദിച്ചതിന് അല്ല ശരിക്കും നിങ്ങൾ മറുപടി പറഞ്ഞത്. അതായത് നിങ്ങളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറയപ്പെട്ട മുജാഹിദ് ജമാഅത്ത് തുടങ്ങി നിങ്ങൾ പറയുന്ന വിധ കക്ഷികൾ അവർ നിങ്ങളെ മുശ്രിക്കാക്കുന്നു അല്ലെങ്കിൽ മുശ്രിക്കാണെന്ന് പറയുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവരെ കുറിച്ച് പറയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ അവരെ തുടരുന്നത് കൊണ്ട് എന്താ നിങ്ങൾക്ക് കുഴപ്പം? മറിച്ച് നിങ്ങളുടെ ആലിമീങ്ങൾ പറയുന്ന ഒരു ടീം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ അവര് മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ അവരെ തുടരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ന്യായമുണ്ട്. ഇതിലൊരു ന്യായം കാണുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് അതിന്റെ വിഷയത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. ഈ പറഞ്ഞതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ തുടരാൻ പാടില്ല? അത് റസൂലുള്ളാഹിയുടെ കാലങ്ങള്, സ്വഹാബത്തിന്റെ കാലം, അതൊക്കെ അതിനൊക്കെ ശേഷം നിങ്ങൾക്ക് പറയാവുന്ന. പക്ഷെ ഇതിന് മാത്രം മറുപടി, എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരോട് തുടരാൻ പാടില്ല? ജുമാ നിസ്കരിക്കുന്നത് സ്വഹീഹല്ല, അതിന് മാത്രം മറുപടി പറയണം. പ്രിയപ്പെട്ട ആള് പിന്നെ ഈ പള്ളിയകത്തു നിന്നുള്ള ആള് മറുപടി പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ച് അവർ അമുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മളെ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അത് അവരിൽ നിന്നൊരു അപാകതയാണ്. നമ്മൾ അവർ പറയുന്നത് അംഗീകരിച്ചിട്ടില്ല. അവർ അമുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ അമുസ്ലിമീങ്ങളായി മാറുകയും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ അമുസ്ലിമീങ്ങളായി മാറിയിട്ടുണ്ട് എന്നല്ല ഈ പറയണത്. നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാണ്. ആ യഥാർത്ഥ മുസ്ലിമീങ്ങളെ കുറിച്ച് അമുസ്ലിമീങ്ങളാണ് എന്ന ധാരണ വെച്ച് പുലർത്തുന്ന ഒരു അപാകത അവരിലുണ്ട് എന്ന കാരണം കൊണ്ടാണ്. യഥാർത്ഥ മുസ്ലിമീങ്ങളെ കുറിച്ച് അമുസ്ലിമീങ്ങളാണ് എന്ന് അവർ വെച്ച് പുലർത്തുന്ന അവരുടെ തെറ്റായ ധാരണ, അത് അവരുടെ വിശ്വാസത്തിന്റെ വൈകല്യമാണ്. ആ വൈകല്യമുള്ള ആളുകളാണ് നിസ്കരിക്കുന്നത്. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന മോശപ്പെട്ട വളരെ മോശപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസം അവരിലുണ്ട് എന്ന കാരണം കൊണ്ട് നാം അവരെ തുടരുന്നില്ല. അത് തന്നെയാണ് പറഞ്ഞത്. എന്താ മനസ്സിലാക്കാൻ ഇത്ര വലിയ പണിയുള്ളത്? നമ്മളെ കുറിച്ച് അവർ അമുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് എന്താ ഉണ്ടായത്? അവരുടെ യഥാർത്ഥ വിശ്വാസം അവർ കളങ്കപ്പെട്ടതാക്കി മാറ്റി. എന്തുകൊണ്ട്? ലോക മുസ്ലിമീങ്ങളെ അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന വളരെ മോശപ്പെട്ടതായിരിക്കുന്ന ഒരാളെ മുസ്ലിമായിരിക്കുന്ന ഒരാളെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കാഫിറാവുന്ന, അങ്ങനെ കാഫിറാവുന്നതാണ് യഥാർത്ഥത്തിൽ. ഒരു മുസ്ലിമിനെ കുറിച്ച്
അവൻ അമുസ്ലിമാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവൻ കാഫിറാവും. അതാണ് പിന്നെ രണ്ടാമത്തെ ആളിലേക്ക് ഇസ്ലാമിന്റെ പിന്നെ കുഫ്രിയത്ത് മടങ്ങുമെന്നാണ് ഹദീസിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിമിന് മൻ കഫറ മുസ്ലിമൻ ഫഖദ് ബാഅ അഹദുഹുമാ, ഒരാൾ ഒരു മുസ്ലിമിനെ കാഫിറാക്കിയാൽ രണ്ടിൽ ഒരാൾ എന്തായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പോ ഒന്നുകിൽ ആ കാഫിറാക്കപ്പെട്ട ആളാരായിരിക്കും? കാഫിറായിരിക്കും. അവൻ യഥാർത്ഥ മുസ്ലിമാണെങ്കിലോ കാഫിറാക്കിയവൻ അമുസ്ലിമായി മാറിയ. അപ്പോ അങ്ങനെയാണ് ഒരാൾ മുസ്ലിമിനെ കാഫിറാക്കുന്നത് അത്രയും മോശപ്പെട്ട കാര്യമാണ്. ആ മോശപ്പെട്ട കാര്യം ഉള്ള ഒരു വിഭാഗമാണവർ. എങ്കിലും ആ വിഭാഗത്തിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ അമുസ്ലിമീങ്ങളാണെന്ന് പറയില്ല. ഏത് വ്യക്തിയാണ് അങ്ങനെ കാഫിറാക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ എങ്കിലും മൊത്തത്തിൽ അവരിൽപ്പെട്ട പലരും അങ്ങനെ കാഫിറാക്കുന്നുണ്ട്. ആ കാഫിറാക്കുന്നതിനെ അവരെന്താക്കുന്നില്ല, അവർ വിമർശിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അവരിൽ മൊത്തത്തിൽ ആ അപാകതയുണ്ട്. എന്താ അപാകത? ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുക എന്ന അപാകത അവരിലുണ്ട്. ആ അപാകത ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തായി, അവരുടെ ഈമാനും ബലഹീനതയുള്ളതായി, അവരുടെ പ്രവർത്തനങ്ങൾക്കും ബലഹീനതയുള്ളതായി. ആ ബലഹീനതയുള്ള ആളുകളുടെ പിന്നിൽ പോയിട്ട് നമ്മൾ തുടരേണ്ടത് ബുദ്ധിയാണത്. ഇത് ഇസ്ലാമികമായിട്ട് ശരിയല്ല എന്ന് പിന്നെ ഇതൊന്നും എന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പിന്നെ പുസ്തകന്മാരുടെ അഭിപ്രായമോ ഒന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ആളുകളെ അവർ മുബത്തദികളാണെന്നും അവരെ തുടരുന്നത് കറാഹത്താണ് എന്നും ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ മുസ്ലിമീങ്ങളിൽ നിന്നിട്ട് പുറത്താക്കിയ, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയ നമ്മുടെ പിന്നിൽ വന്നിട്ട് അവർ തുടരുന്നതിന് എന്തടിസ്ഥാനം? അതിന് ഒരടിസ്ഥാനവും ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതിനാണെങ്കിൽ ബുദ്ധിപരമായിട്ട് ശരിയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ആ ശരിയായിരുന്ന കാര്യം ബുദ്ധിപരമായിട്ട് ശരിയാണ് തുടരുന്നതിന് ബുദ്ധിപരമായിട്ട് യാതൊരു ന്യായമില്ല എന്ന് പറഞ്ഞ ആ കാര്യം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഏതാണ്? നമ്മളെ കാഫിറാക്കുക എന്ന് പറയുന്ന, അഥവാ മുസ്ലിമീങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് വലിയൊരു അപാകതയാണ്. ആ അപാകത ചെയ്തിട്ടുള്ള, ആ വളരെ തെറ്റായിട്ടുള്ള പാതകം ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ. അതുകൊണ്ട് അവരെ തുടർന്ന് നിസ്കരിക്കുന്നത് നമുക്ക് കറാഹത്തുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിച്ചോളൂ. അപ്പോ ഈ കാഫിറാണെന്ന് പറയാത്ത, കാഫിർ സുന്നികൾ കാഫിറാണെന്ന് വിശ്വസിക്കാത്ത ഒരു പള്ളിയിലെ ഇമാമ്, മുജാഹിദോ ജമാഅത്തോ ഏതോ വിഭാഗമാവട്ടെ, ആ ഇമാമിനോടൊപ്പം തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പള്ളിയിൽ തുറന്ന് നിസ്കരിക്കാത്തതിന്റെ കാരണം കിട്ടിയില്ലേ? ഇത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. ഇനി ഒരാൾ അങ്ങനെ കാഫിറാക്കുന്നില്ല, അങ്ങനത്തെ ആളെ പിന്നിൽ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ഒരു ചോദ്യമല്ലേ അല്ലെ? ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടിയിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അത് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉപചോദ്യമാണ്. അതെ, ഉപചോദ്യമാണ്. ഓക്കെ, ഉപചോദ്യമാണ്. ആദ്യത്തെ ചോദ്യത്തിന് എന്ത് ചെയ്തു നിങ്ങള്? ആദ്യത്തെ ആൻസർ നിങ്ങൾ എന്താ ചെയ്തത് അത് പറയും. ആദ്യത്തെ ആൻസർ നിങ്ങൾ എന്താ ചെയ്തത്? എന്നിട്ട് പിന്നെ ഉപചോദ്യമാക്കാലോ. ഉപചോദ്യത്തിന് വിരോധമല്ല. എത്ര ചോദ്യം ചോദിക്കുക, ഉപചോദ്യം ചോദിക്കുക, അല്ലാത്ത ചോദ്യം ചോദിക്കുക, അതിനൊന്നും വിരോധമല്ല. ആദ്യം ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞു. ആ മറുപടി നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? അതിന്റെ ശേഷം ഉപചോദ്യം ആയിക്കോട്ടെ കേട്ടോ. എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി. ഓക്കെ, അത് മനസ്സിലായി. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഉപചോദ്യത്തിന് മറുപടി പറഞ്ഞുതരാം. നല്ല ചോദ്യമാണ്. അപ്പൊ രണ്ടാമത്തെ ചോദിച്ചത് എന്താണ്? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളികളാണ്, പക്ഷെ അവർ നിസ്കരിക്കുന്ന ഇമാമിന് എന്തില്ല, ഇങ്ങനെ സുന്നികൾ കാഫിറാണ് എന്നവർക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് ഇങ്ങനെ കാഫിറാക്കുന്ന വിശ്വാസം ഇല്ലാത്ത ആളാണ്. അയാൾ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അത് മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, പക്ഷെ ഇവിടെയും നമ്മൾ ചിന്തിക്കാനുള്ളത് ഒരു കാരണമാണ്. ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാരണം ബിദ്അത്തിന്റെ ഏതെങ്കിലും ഒരു ആശയമുള്ള ഒരാളെ തുറന്ന് നിസ്കരിക്കുന്നത് കറാഹത്താണ്. ബിദ്അത്ത് കൊണ്ട് മഷ്ഹൂറായിട്ടുള്ള ഒരാള്,
അയാൾ കാഫിറാക്കല് എന്ന് പറയുന്നത് അവരുടെ വിദ്യാർത്ഥിയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമാണ് അവരുടെ വിദ്യാർത്ഥിയിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്ത്, പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ തരം താഴ്ത്തുക എന്ന് പറയുന്നത്. അത്തരം സ്വഭാവമുള്ള ആളായാലും മതി. അല്ലെങ്കിൽ വേറെ ഒരു വിദ്യായിട്ടാണ് എന്ത്, പിന്നെ ഈ ഖുത്ബ അനറബി ഭാഷയിൽ നടത്തുക എന്ന് പറയുന്നത്, ഖുത്ബ അനറബി ഭാഷയിൽ നിർവഹിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു ബിദ്അത്താണ് ഏത്, സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ബിദ്അത്തുകൾക്ക് കണ്ടമാനമുണ്ട്. ആ ബിദ്അത്തുകളിൽ ഏതെങ്കിലും ഒരു ബിദ്അത്ത്, മറ്റൊരു ബിദ്അത്താണ് നിസ്കരിക്കുമ്പോൾ കൈ നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുവെക്കുക, നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുവെക്കുക എന്ന് പറയുന്നത് മറ്റൊരു ബിദ്അത്താണ്. ഇങ്ങനെ ബിദ്അത്ത് പ്രവർത്തനം കൊണ്ടും വിശ്വാസം കൊണ്ടുമുള്ള വ്യത്യസ്ത ബിദ്അത്തുകളുണ്ട്. ഈ ഏതെങ്കിലും ഒരു ബിദ്അത്ത് കൊണ്ട് അറിയപ്പെട്ട ആളാണെങ്കിൽ അവരോടൊക്കെ തുടർന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് ഇമാമുകൾ അവരുടെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് കറാഹത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലായോ? സുന്നികൾ മുശ്രിക്കുകളാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതില്ലെങ്കിൽ തന്നെ വേറെ ബിദ്അത്തിന്റെ പ്രവർത്തനത്തിൽപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനമോ വിശ്വാസത്തിൽപ്പെട്ട ഏതെങ്കിലും വിശ്വാസമോ പിന്നെ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ, അതുകൊണ്ട് പ്രസിദ്ധപ്പെട്ട ആളാണെങ്കിൽ അവരോടൊക്കെ തുറന്ന് നിസ്കരിക്കൽ കറാഹത്താണ് എന്ന്. അതോടെ മാത്രമല്ല, ഇനി സുന്നികളിൽപ്പെട്ട ആളെന്നെയാണെന്ന് വെക്കുക. ആ സുന്നികളിൽപ്പെട്ട ആളെന്ന് പരസ്യമായി പലിശ വാങ്ങിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പരസ്യമായി മദ്യപിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പരസ്യമായി അയാൾ വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കുന്ന ആളാണ്, ഇങ്ങനെ പരസ്യമായി വൻകുറ്റങ്ങൾ ചെയ്തു നടക്കുന്ന ആളാണെങ്കിലും അവരൊക്കെ ആരാണ്? ഫാസിഖുകൾ എന്ന് പറയുന്ന ആളുകളാണ്. അവരോടൊക്കെ തുറന്നു നിസ്കരിക്കൽ ഈ പറയപ്പെട്ടതുപോലെ വൻകുറ്റം ചെയ്ത ആളുകളോട് തുറന്നു നിസ്കരിക്കുന്നതും കറാഹത്ത് തന്നെയാണ്. അതിൽപ്പെട്ട ഒരു കറാഹത്ത് തന്നെയാണ് ഇത്. ഏതെങ്കിലും ഒരു ബിദ്അത്ത് കൊണ്ട് പറയപ്പെട്ട മുജാഹിദിന്റെ എല്ലാ വിശ്വാസമില്ല, ഏതെങ്കിലും ഒരു പിന്നെ തെറ്റായ വിശ്വാസം കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ്. മഹാന്മാരുടെ മദ്ഹ് പറയുന്നതിനെ വിമർശിക്കുക, മൗലിദുകൾ, മാലമൗലിദുകൾ, മഹാന്മാരുടെ കീർത്തനങ്ങൾ പറയുന്നതിനൊക്കെ വിമർശിക്കുക. അങ്ങനെ അതുകൊണ്ട് പ്രശ്നപ്പെട്ട ആളാണെങ്കിലൊക്കെ തന്നെ അവരോടൊക്കെ തുടർന്ന് നിസ്കരിക്കുന്നതും കറാഹത്തിന്റെ എണ്ണത്തിൽപ്പെടും. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ മഹാന്മാരുടെ മദ്ഹുകളും മറ്റൊക്കെ ധാരാളം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാടാനപ്പള്ളി ഉസ്താദ് ഭയങ്കര മിതവാദിയാണ്. വളരെ സൂക്ഷിച്ച്, വളരെ ലഘുവായ, വളരെ വളരെ ശാന്തമായ നിലക്കാണ് അൽഹംദുലില്ലാഹ് മറുപടി കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, നല്ല തന്നെ. സത്യത്തില് നമ്മള് AP സുന്നികൾ എന്ന് പറയുന്ന കൗമ സുന്നികള് ഭയങ്കര മിതവാദികളാ. കാരണം എന്താ? നമ്മള് റൂൾ ഓഫ് ലോ, നമ്മളോട് പറഞ്ഞ ശരീഅത്തും കിതാബും ഫിഖ്ഹും എല്ലാം അനുസരിച്ചിട്ട് നമ്മൾ പോകുള്ളൂ, അല്ലാണ്ട് ഒന്നും സ്വയം ഉണ്ടാക്കൂല. എന്നാല് തീവ്രവാദികളായ വഹാബികള് അവരുടെ വാദം, ആ വാദമാണ് സത്യത്തിൽ പള്ളിയകത്തിന് കേൾക്കേണ്ടത്. പള്ളിയകത്ത് ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് വക്കീൽ പണി എടുക്കുന്നത്? പള്ളിയകത്ത് ഇപ്പൊ ഡിഫെൻഡ് ചെയ്യുന്നത് വഹാബികളെയും ജമാഅത്തിനെയും മുജാഹിദിനെയാണ്. ഇത് സ്വന്തം ഒന്ന് അവര് പിന്നെ സ്വന്തം വീട് നന്നാക്കാതെ നമ്മളെ ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യ? ഞാൻ ദേഷ്യം പിടിക്കുന്നല്ലേ പള്ളിയകത്ത് സുഹൃത്തെ, നല്ല നിലക്ക് പറയാണ്. വഹാബികളുടെ ഈ ഇതേ വിഷയത്തില് നിങ്ങൾ വഹാബി മൗലവിമാരോട്, ജമാഅത്ത് മൗലവിമാരോട് സുന്നികളോട് തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചാല്, സുന്നികളോട് തുടരാൻ പറ്റുമോ എന്ന് വഹാബികളോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാല് ഈ വാടാനപ്പള്ളി ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ ലോലമായ സോഫ്റ്റായ നിലക്ക് സംസാരിച്ച് തരൂല. എന്താ പറയാ, ഷിർക്ക് ചെയ്യുന്ന മുഷ്രിക്കീങ്ങളോട് പോയി തുടരുക, പറ്റൂല. ഇനി സുഹൃത്ത് പള്ളിയൊക്കെ ഞാനീ പറഞ്ഞത് ചിലപ്പം ഒരു അതൊന്നും ഇല്ല, അത് നിങ്ങളൊക്കെ ഉണ്ടാക്കി പറയാന്നുള്ളത് തോന്നലുണ്ടോ? ഞാൻ നേരത്തെ ഈ ഇബാറത്ത് ഇവിടെ കൊടുത്തിന്, അത് തുഹഫ എന്നുള്ള ഇബാറത്തോ അല്ലെങ്കിൽ ഫത്ഹുൽ മുഈൻ എന്നുള്ള ഇബാറത്തൊന്നും അല്ല, അല്ലെ സമസ്തന്റെ ഫത്വയൊന്നും അല്ല, വഹാബികളുടെ ഫത്വയാ.
വഹാബികളുടെ ഫത്വ. അപ്പൊ ചോദിക്കും അത് കേരളത്തിലുള്ള മടവൂർ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ മൗലവി ഗ്രൂപ്പിന്റെ അല്ല പിന്നെ ഏത് ഗ്രൂപ്പാ 8 ഗ്രൂപ്പ് എനിക്ക് പറയാൻ കഴിയില്ല. ബദരീങ്ങളെ പേരൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് അതുകൊണ്ട് വലിയ ബഹുമാനമൊന്നുമില്ല. 8 ഗ്രൂപ്പ് ഉണ്ട്, അല്ല 8,000 ഗ്രൂപ്പ് ഉണ്ടാവും. അതിന്റെ പേരൊന്നും ഇപ്പം പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനൊക്കെ ഹെഡായി കിടക്കുന്ന സ്ഥലമുണ്ട്. ഇത് നമ്മളെ വഹാബി. ആ വഹാബികള് അവരോട് ഈ വിഷയം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാന്നുള്ളത് നോക്കുക. അവിടെ എന്താവില്ല നമ്മളെ സുന്നികള് മറുപടി കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ വാടാനപ്പള്ളി ഉസ്താദ് മറുപടി കൊടുത്തതുപോലെ പിന്നെ ചെറിയ ഇതിലൊന്നും കതിറിലൊന്നും പിന്നെ ഒതുക്കൂല. നല്ല അക്രമം കിട്ടും. എന്നാ പള്ളിയകത്തുനിന്ന് കേട്ടോ. അറബി അറിയെങ്കിൽ വളരെ നല്ല, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താക്കി തരാം, ഇത് വിശദീകരിച്ചു തരാം. അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ ഈ ചോദ്യം സുന്നികളോട് തുടരാൻ പറ്റുമോ? സുന്നികളോടൊന്നും കൂടിയല്ല, സൂഫികളോട്, അതായത് കുറച്ച് മര്യാദയുള്ള പിന്നെ അറിയപ്പെടുന്ന ഇമാമുകളോട് തുടരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം തന്നെ അതാണ്. ഹൽ തജൂസു സ്വലാത്തു ഖൽഫ ഇമാമിൻ സൂഫിയ്യൻ വഅക്സറുൽ മഅ്മൂമീന സൂഫിയ്യുൻ. സൂഫിയായ ഒരു ഇമാമിന്റെ സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അയാൾ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന ആളെ തന്നെ കൊടുക്കുന്നു. പിന്നെ വഖദ് യുത്ലഖു നാസു ലഖബ സൂഫിയൻ അലാ മൻ ഹാദാ ഹാലുഹു. നല്ല മനുഷ്യന്മാരാ നദറ ലിസ്വലാഹിഹി വസുഹ്ദിഹി വനഹ്വി ദാലിക. നല്ല ചിട്ടയുള്ള നല്ല ജീവിത ചിട്ട ആൾക്കാർക്ക് സൂഫി എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ സൂഫികൾ അങ്ങനെ അറിയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വഹാബി ഫത്വ വെബ്സൈറ്റ് ആണ് ഇസ്ലാം വെബ്, ഔദ്യോഗികമായ വെബ്സൈറ്റ് ആണ്. അതിന് പറയുന്ന ഒരു മറുപടി കേട്ടോളെ. ആദ്യം പറഞ്ഞു വമൻകാന മുന്തസിബൻ ഇലൽ ഇസ്ലാം മഅ തമസ്സുകി ബിശൈഇൻ മിനൽ അഖായിദിൽ ഫാസിദ. പിന്നെ മരിച്ചവർക്ക് പിന്നെ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയുന്നോ, അല്ലെങ്കിൽ ഔലിയാക്കൾക്ക് പിന്നെ അള്ളാഹു അറിയിച്ചതനുസരിച്ചിട്ടുള്ള ഗൈബൊക്കെ അറിയുമെന്നോ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരോട് ലാ തസിഹു സ്വലാത്ത് ഖൽഫോ, നിസ്കാരം എന്താക്കാൻ പാടില്ല, ബേക്കിൽ നിസ്കരിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അത്തരം ആൾക്കാരുടെ നിസ്കാരം പാടില്ല എന്നല്ല, നിസ്കാരം സഹിയന്നാവില്ല. ഏത് ഇങ്ങനെ ഏതെങ്കിലും മുസ്ലിം തന്നെ മുന്തസിബൻ ഇലൽ ഇസ്ലാം അല്ല പേര് മാത്രമേ മുസ്ലിം ഉള്ളൂ, എന്താണ് അഖീദ ഫാസിദാണ്. എന്തായാലും ഉപകാരവും ഉപദ്രവവും മരിച്ചവരിലുണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്റെ പറഞ്ഞ് ലാ തസിഹു സ്വലാത്ത് അങ്ങനത്തെ സുന്നികളും പിന്നീട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം സഹിയാവില്ല. പിന്നെ പറഞ്ഞെന്താണ് വമൻകാന മുതലബ്ബിസൻ ബിബഅദിൽ ബിദഅ, എന്തെങ്കിലും ചെറിയ നിലക്കുള്ള വിധേയത്തുള്ള മനുഷ്യനാണെങ്കിൽ എന്നാലും ഫലാ തജൂസു സ്വലാത്തു ഖൽഫഹു, നിസ്കാരം ജായിസ് അല്ല. കറാത്ത് എന്നല്ല, കറാത്തല്ല എന്നല്ല, വാടാനപ്പള്ളി ഉസ്താദും ബേപ്പി സുന്നികളും പറഞ്ഞ പോലെയല്ല, സുന്നികൾ പറഞ്ഞ പോലെയല്ല. നിസ്കാരം എന്താൻ പാടില്ല. ഇത് ഇബ്നു ഹജർ ഹൈതമിന്റെ ഫത്വ എന്നല്ലേ, അന്നും കരുതണ്ട, സുന്നികളെ ഫത്വയൊന്നുമല്ല, വഹാബികളുടെ ഫത്വ. ഇതേ ചോദ്യം കള്ളിയത്ത് അങ്ങോട്ടും കൂടി ചോദിച്ചാൽ മതി. ഫലാ തജൂസു സ്വലാത്തു ഖൽഫഹു, ചില ബിദ്അത്ത് പോലുള്ള മനുഷ്യന്മാരെ പിന്നെ പോലും നിസ്കരിക്കല് പറ്റൂല. ശഅ്നുഹു അയ്യുഹ്ജറ ലാ അയ്യുഖദ്ദമ ലിൽ ഇമാമ അലൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്ക് ഇമാമത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓനെ ക്ഷണിക്കല്ല ചെയ്യേണ്ടത്, ഓനെ വെടിയ ചെയ്യേണ്ടത്. ഓൻ എന്താക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. ഇല്ലാ യതഅദ്ദറ തഖ്ദീമ ഗൈരി, തഖ്ദീമ ഗൈരി, മറ്റാരും കിട്ടാത്ത മറ്റോരി ഒന്നും ചെയ്യാന്ന് പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. ലാ തജൂസു സ്വലാത്തു ഖൽഫ, നിസ്കാരം ഇതല്ല ജായിസ് തന്നെ അല്ല എന്നുള്ള എന്തൊരു തീവ്രവാദികളാ. ഇത് കൊടുത്തത് എന്തല്ല, ഇത് കൊടുത്തതല്ല നമ്മളൊന്നും അല്ല കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരുപാട് ഫത്വ എന്താക്കി ഇബ്നു ഉസൈമീന്റെ ഫത്വ ഉണ്ട് വഹാബികളുടെ. കാരണം ഞാൻ എന്തുകൊണ്ടാണ് അവരുദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പള്ളിയകത്ത് പറയും അത് ഏതോ ഗ്രൂപ്പല്ലേ, അത് മറ്റൊരു ഗ്രൂപ്പല്ലേ, അതൊന്നും വേണ്ട. അപ്പൊ ഇതാണെന്തെന്ന് ഇവരുടെ തന്നെ വാദം ഇതാണെങ്കിൽ നമ്മളെ വാദം അൽഹംദുലില്ലാഹ് വാടാനപ്പള്ളി ഉസ്താദ് ഇവിടെ എന്താക്കിത്താന്ന് പറഞ്ഞു തന്നു. പിന്നെ ചോദിച്ചു വഹാബികളും മുജാഹിദുകളും കാഫിരിങ്ങള് ആണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാനോ? നമുക്ക് കാഫിരിങ്ങളാന്നുള്ള വിശ്വാസമൊന്നും ഇല്ല. പക്ഷെ കുഫറിലേക്ക് കൂട്ടുന്ന തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള, അത് നമ്മുടെ അന്തസ്സാണ്, നമ്മുടെ മാന്യത നമ്മൾ കാട്ടുന്നത്. പക്ഷെ വളരെ അന്തസ്സായ മാന്യത നമ്മൾ കാട്ടുന്നത്. അല്ലെങ്കിൽ അതിലേക്ക് നീക്കുന്ന അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട്, അള്ളാഹു നീങ്ങും പോകും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വളരെ വ്യക്തമായ വാദം തന്നെ അങ്ങേയറ്റം വഷളായ വാദമാണ്. അതുപോലും ഉണ്ടായിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഈ ഇവരെ കാഫിറാക്കി ചെയ്തിട്ടില്ല. അത് നമ്മൾ എന്താക്കണം, പള്ളിയകത്ത് നിന്നിട്ട് നല്ലൊരു സല്യൂട്ട് സുന്നത്തമായിട്ട് നൽകണം. നിങ്ങൾ ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരായല്ലോ, കാഫിറാക്കുന്നില്ല, നല്ല മനുഷ്യന്മാരാണ് നിങ്ങൾ. കാരണം അത്രക്കും വികൃതമായ വാദങ്ങൾ വഹാബിസത്തിൻ്റെതുണ്ട്, വളരെ വികൃതമായ. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞത്, ഞാൻ എന്തായാലും വഹാബിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുക. കാരണം എനിക്ക് പേടിയാ. എന്താ പേടി? ഈ വഹാബികൾ എന്താ ഗവൺമെന്റ് വന്നിട്ട് പിടിക്കാൻ അറിയില്ല. കാരണം അത്രക്കും വളരെ നീചമായ സെക്യൂരിറ്റി, അതായത് മനുഷ്യർക്ക് പരസ്പരം സോഷ്യൽ ലൈഫ് തകർക്കുന്ന രൂപത്തിലുള്ള വാദങ്ങൾ ഇതര മതസ്ഥരുമായിട്ട്, അതന്നെ ടെററിസ്റ്റ് വഹാബി. ലോകത്തുള്ള വഹാബിസത്തിന്റെ ഭൂരിപക്ഷം അങ്ങനെയാണ്.
മുജാഹിദ് കേരളത്തിൽ ചിലപ്പം എന്താ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലുന്നുകൊണ്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോക വഹാബിസ് സലഫീസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരുതരം വികൃതമായ ഒരുതരം എന്താ പറയേണ്ടത് ഗറില്ല ഫോഴ്സാണ്. അതിന്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ സിറിയയിലും ഈജിപ്തിലും ഇതിങ്ങ വിഷയമായിട്ട് പിന്നെ തെറ്റുന്നതല്ല. പക്ഷെ വഹാബിസത്തിന്റെ ഞാൻ എന്തുകൊണ്ട് പള്ളിയിൽ വഹാബികളുടെ പള്ളിയിൽ ഒരു കാലത്തും ഞാൻ പോയിക്കൂല. ഈ കറാഹത്താന്ന് പറഞ്ഞാൽ പോലും ഞാൻ എന്താക്കും നിസ്കരിക്കില്ല. കാരണം എന്താ, ഇവിടെ ഇപ്പൊ പിന്നെ ഗവൺമെന്റ് എപ്പോ പോലീസ് പിടിക്കാൻ അറിയില്ല. കാരണം വെറും തോന്നിവാസം പിടിച്ചറിയും. ഇവിടെ സത്യത്തിൽ സിറിയയിലും ഈജിപ്തിലും സ്വന്തം ഞമ്മളെ മുസ്ലിമീങ്ങൾ തന്നെ എന്താക്കാണ് കൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുക. ആ സമയത്ത് ഈ 2 ദിവസം ഈ കഴിഞ്ഞ ജുമയിൽ ഇവിടുത്തെ ഈ പള്ളിയില് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇവിടെ എത്ര നല്ല നാടാണ്. ഒരുപാട് അഭയാർത്ഥികളൊക്കെ പൈസ കൊടുത്തിട്ട് എന്താക്കാണ് മുസ്ലിങ്ങളായിരിക്കുന്ന അഫ്ഗാനിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് ജനുവനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന, സാമ്പത്തികമായിട്ടും മറ്റും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല നാടാണിത്. അപ്പൊ ഈ നാട്ടില് സത്യത്തില് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ വഹാബികൾ സലഫികൾ അവരുടെ അടിസ്ഥാനപരമായ വാദം തന്നെ മുസ്ലിം രാജ്യത്തല്ലാണ്ട് ജീവിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ വന്നിട്ട് എല്ലാ നക്കാപ്പിച്ച വാങ്ങിയിട്ട് ജീവിക്കുകയും ചെയ്യും. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ചങ്ങായി ഈ വഹാബി പിന്നെ അറബി വഹാബി പള്ളിയിൽ ചങ്ങായി പ്രസംഗിക്കുകയാണ്, സിറിയയിലും ഈജിപ്തിലൊക്കെ കൊല്ലുന്ന കാണുന്നില്ലേ, അതുപോലെ നാളെ ഈ ഓസ്ട്രേലിയക്കാരെ വന്ന് നമ്മളെയും കൊല്ലും, അതുകൊണ്ട് നമ്മളൊക്കെ എന്താക്കണം, തയ്യാറായി നിന്നോളണം. ഏത് തോന്നിയസാണ്, എത്ര വലിയ അപകടകാരികളാണ്. അതുകൊണ്ട് അങ്ങനത്തെ പള്ളിയിൽ പോയി ഞാൻ നിസ്കരിച്ച നാളെ ടിവിയിലും മറ്റുള്ള എന്തുണ്ടാ ഈ പള്ളിയിൽ എന്തുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇവിടെ തീവ്രവാദമുണ്ട്, അങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി നിസ്കരിക്കൂല, നമ്മൾ സഹകരിക്കൂല. അപ്പൊ അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും കാത്തോ ഹറാമോ എന്തെങ്കിലും ആയിക്കോട്ടെ സൂക്ഷിച്ചോ. ഇവരെ വായെന്ന് വരുന്നത് ഒരു അടിസ്ഥാനമില്ല, ഒരു റൂൾ ഓഫ് ലോ ഇല്ലാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റി. അതുകൊണ്ട് പള്ളിയകത്ത് സൂക്ഷിച്ചോ കേട്ടോ എന്ന് ഉണർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് വാടാന പള്ളി വളരെ വിശദമായിട്ട് നമ്മുടെ ശരിയായ ഫിഖ് അവിടെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഫിഖും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് രാവിലെ 7 മണിയായിട്ടുള്ള ഞായറാഴ്ചയാണ്, ജോലിയൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.